السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഇരുത്തത്തെ, കേൾവിയെ, പഠനത്തെ അള്ളാഹു ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും അഥവാ ശറഈയായ ഇൽമിൽ അള്ളാഹു തആല നമുക്ക് ഫഹമും സിയാദത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ 10ഓളം ആയത്തുകളാണ് സൂറത്തു സുമറിൽ നിന്ന് പഠിച്ചത്. അതിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ എടുത്തത് ആഖിറത്തെപ്പറ്റി ജാഗ്രത പുലർത്തുന്ന, തൻ്റെ റബ്ബിന്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുന്ന, അങ്ങനെ സുജൂദിലായും ഖിയാമിലായും രാത്രി നിന്ന് നിസ്കരിക്കുന്ന സത്യവിശ്വാസികളാണ് ഉത്തമർ. അതല്ലാതെ അള്ളാഹുവിൽ പങ്കുചേർത്ത മുശ്രിക്കുകളല്ല. അവർ രണ്ടും ഒരുപോലെ ആവില്ല. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അത് നമ്മൾ പറഞ്ഞിരുന്നു. കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചവരായ എൻ്റെ അടിമകളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി പറയുകയും, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന നന്മകളുടെ വിശാലതയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തു. ഈ 10ാമത്തെ നമ്മൾ എടുത്തോ? ഇല്ലല്ലോ, എടുത്തിട്ടില്ല തോന്നുന്നല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് അവിടുന്ന് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. قل إني أمرت أن أعبد الله مخلصا له الدين قل إني أمرت أن أعبد الله مخلصا له الدين وأمرت لأن أكون أول المسلمين. قل إني أخاف إن عصيت ربي عذاب يوم عظيم.
قل إني أخاف إن عصيت ربي عذاب يوم عظيم. قل الله أعبد مخلصا له ديني. قل الله أعبد مخلصا له ديني. ما شاء الله. بارك الله فيكم جميعا. അല്ലാഹു സുബ്ഹാനഹു വതആല 10ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന ഖുൽ, നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ് അവിടുന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ അവിടുന്ന് വിളിക്കേണ്ടത് എന്താണ്? യാ ഇബാദി, എൻ്റെ അടിമകളെ. നബിയോട് പറയാൻ വേണ്ടി പറയാണ്. എന്താ പറയേണ്ടത്? യാ ഇബാദി, എൻ്റെ അടിമകളെ. എങ്ങനത്തെ അടിമകളോട് പറയാനാണ്? അല്ലദീന ആമനു, വിശ്വസിച്ചവരായ എൻ്റെ അടിമകളെ. ഇത്തഖൂ, നിങ്ങൾ തഖ്വ പാലിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ആരെ സൂക്ഷിക്കേണ്ടത്? അപ്പൊ ശരിക്കും മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിയോട് പറയാൻ വേണ്ടി പറയാണ്. ഖുൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഖിതാബ് മുഹമ്മദ് നബിയാണ്. നബിയെ പറയുക, യാ ഇബാദില്ലദീന ആമനു തഖൂ റബ്ബക്കും, വിശ്വസിച്ചവരായ എൻ്റെ അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുവിൻ, അഥവാ തഖ്വയുള്ളവരാവുകയും എന്നർത്ഥം. എന്തിനാണ് സൂക്ഷിക്കേണ്ടത്? ബിത്വാഅതിഹി വജ്തിനാബി മഅസിയതിഹി എന്നാണ് ഇമാം ബഗവി റഹ്മഹുല്ലാ അതിന് നൽകിയ തഫ്സീർ. ബിത്വാഅതിഹി, അല്ലാഹുവിലുള്ള അനുസരണം കൊണ്ട്, വജ്തിനാബി മഅസിയതിഹി, മഅസിയത്തുകളെ, അവനോടുള്ള ധിക്കാരത്തെ, വഴിപ്പെടലിനെതിരായ പ്രവർത്തനം ഉണ്ടല്ലോ, ധിക്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ടും നിങ്ങൾ അവൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അതായത് തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹി, അതാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ചതൊക്കെ കൊണ്ടുവരിക, അള്ളാഹ് വിരോധിച്ചതൊക്കെ വിരോധിക്കുക. അപ്പോൾ ത്വാഅത്തിലായും റബ്ബ് വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുന്നവരായി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ്. അപ്പൊ ഈ പദം റബ്ബിനെ സൂക്ഷിക്കിൻ എന്ന് പറഞ്ഞ ഒരു പദം, ഇത്തരം ശൈലി ഖുർആനിൽ പലയിടത്തും കാണാം. റബ്ബിനെ സൂക്ഷിക്കിൻ, നരകത്തെ സൂക്ഷിക്കിൻ, മടക്കപ്പെടുന്ന ദിവസത്തെ സൂക്ഷിക്കിൻ, ഇത്തരം ശൈലി പലയിടത്തും കാണാം. ഇതൊക്കെ ശരിക്കും വല്ലാത്തൊരു മുന്നറിയിപ്പാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞെന്താ? ഇത്തഖൂ റബ്ബക്കുന്ന, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുന്നതാണ്. സൂറത്തു ആലി ഇംറാന്റെ 131 കാണാം, വത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കും. അല്ലത്തി ഉഇദ്ദത് ലിൽ കാഫിരീൻ, ഇത് കാഫിറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകത്തെ സൂക്ഷിക്കുക. അവിടെ അള്ളാഹ് പറഞ്ഞ നരകത്തെ സൂക്ഷിക്കാനാണ്. സൂറത്തു ബഖറന്റെ 281 കാണാം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുവിൻ, യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന, നിങ്ങൾ മടക്കപ്പെടുന്ന, എവിടേക്ക്? ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു നാൾ. അന്നെന്താ? എവിടേക്കാ മടക്കുക? അള്ളാഹുവിലേക്ക് മടക്കുക. അപ്പൊ നോക്കി, അള്ളാഹിനെ സൂക്ഷിക്കണം, നരകത്തെ സൂക്ഷിക്കണം, മടക്കസ്ഥാനത്തെ സൂക്ഷിക്കണം. ഇങ്ങനത്തെ ഇത്തരം ശൈലികൾ ഇത് അള്ളാഹിന്റെ കിതാബിൽ ധാരാളമായി നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് പിന്നെ റബ്ബ് പറയുന്ന വാക്കെന്താ അറിയോ? ലില്ലദീന അഹ്സനൂ ഫി ഹാദിഹി ദുനിയ ഹസന. ഇതൊരു ഓഫറാണ്, ഒരു സന്തോഷാണ്. ലില്ലദീന, യാതൊരുത്തർക്ക്, അഹ്സനൂ, അവർ നന്മ പ്രവർത്തിച്ചു, ഫി ഹാദിഹി ദുനിയ, ഈ ലോകത്ത് വെച്ച് അവർ നന്മ പ്രവർത്തിച്ച ഒരു കൂട്ടർ, അവർക്ക് എന്തുണ്ട്? ഹസനത്തുൻ, നന്മണ്ട്. അങ്ങനെ പറഞ്ഞെന്താ? ഈ ലോകത്ത് വെച്ച് നന്മ പ്രവർത്തിക്കുന്നവർക്ക് നന്മയുണ്ട്, ഹസനത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യം. അതായത് ഈ ലോകത്ത് വെച്ച് നന്മ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഐ ആമനു വ അഹ്സനുൽ അമല എന്നാണ്. ഈ ലോകത്ത് നന്മ പ്രവർത്തിക്കുന്ന എന്താ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത അവർക്ക് എന്തുണ്ട്? ഹസനത്തുൻ, ഹസനത്തുണ്ടെന്നാണ്. എന്താ ഹസനത്തുണ്ട് ഉദ്ദേശിക്കുന്നത്? യഅനി അൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ടെന്നാണ് ഒരു തഫ്സീർ അതാണ്. അപ്പൊ നമുക്കത് ഇങ്ങനെ വായിക്കാം, നമ്മൾ പഠിച്ചതുപോലെ തന്നെ. ഈ ലോകത്ത് ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവർക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് എന്ത് കൊടുക്കും? സ്വർഗം കൊടുക്കും. ഇനി രണ്ടാമത്തെ ഒരു തഫ്സീർ, ഫീ ഹാദിഹി ദുനിയ ഹസന, ഈ ദുനിയാവിൽ അവർക്ക് ഹസനത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ഈ ദുനിയാവിൽ തന്നെ ഹസനത്തുണ്ടെന്ന് പറഞ്ഞാൽ യഅനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സിഹത വൽ ആഫിയ ഖാലഹു അസ്സുദ്ദി റഹ്മഹുല്ലാഹ്. അവർക്ക് എന്തുണ്ട്? സിഹത്തും ആഫിയത്തും. ഇത് രണ്ടും നമ്മൾ അള്ളാഹിനോട് ചോദിക്കണതാണ് അല്ലേ? നമ്മൾ വൈകുന്നേരത്ത് പോലും ചോദിച്ചിട്ടുണ്ടാവും അല്ലാഹുമ്മ, അല്ലെ രാവിലെ ചോദിച്ചിട്ടുണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അതുപോലെ അതിന്റെ ബാക്കിയുണ്ടല്ലോ. അതുപോലെ അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, അല്ലേ? ഇങ്ങനെ തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നവർ. അപ്പൊ ഇവിടെ ഹസനത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥാണ്. ഒന്ന്, ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവർക്ക് ഹസനത്തുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട്. അതാണ് ഇമാം മുഖാത്തിൽ റഹ്മഹുല്ലാഹ് പറഞ്ഞ തഫ്സീർ. ഇനി രണ്ടാമത്തെ വീക്ഷണം അനുസരിച്ച് ഈമാനും അമലു സ്വാലിഹാത്തും അനുഷ്ഠിക്കുന്നവർക്ക് പരലോകത്ത് സ്വർഗത്തിന് പുറമെ ദുനിയാവിൽ അവർക്ക് എന്തുണ്ട്? നല്ല സിഹത്തും ആഫിയത്തുമുണ്ട്, നല്ല ആരോഗ്യവും അതുപോലെ ആഫിയത്തും അവർക്കുണ്ടാവും, സൗഖ്യവും സമാധാനമൊക്കെ അവർക്കുണ്ടാവും. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ ഇപ്പൊ ഈമാനും അമലു സ്വാലിഹാത്തും അനുഷ്ഠിച്ചവർക്ക് ദുനിയാവിൽ ഇതൊക്കെ കിട്ടുക എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തഹജ്ജുദ് നിസ്കാരം. ഏത് നിസ്കാരം പറയും? തഹജ്ജുദ് നിസ്കാരം. ശരിക്ക് തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീത്ത് അൽബാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം സ്വഹീഹാക്കി കൊടുക്കുന്നതാണ്. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീത്താണ്. അദ്ദേഹം പറയാണ്, ആര്? റസൂല് പറയാണ്, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങളുടെ രാത്രി നിസ്കാരം പതിവാക്കുക. ഫഇന്നഹു ദഅബു സ്വാലിഹീൻ, നിശ്ചയമായിട്ടും അത് സജ്ജനങ്ങളുടെ മാതൃകയാണ്. സാലിഹീന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സജ്ജനങ്ങളുടെ മാതൃകയാണ്. വഖുർബത്തുൻ ഇലല്ലാഹി തആല വമൻഹാതുൻ അനിൽ ഇസ്മി വതക്ഫീറുൻ ലിസ്സയ്യിആത്ത്, അത് അല്ലാഹുവിലേക്കുള്ള പുണ്യകർമ്മമാണ്, കുറ്റകൃത്യ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. എന്തൊക്കെയാ രാത്രിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്? ഇതിലിപ്പോ പറഞ്ഞതൊക്കെ ദുനിയാവായിട്ട് ബന്ധപ്പെട്ടതാ, ഒറ്റൊന്നും ആഖിറത്തിലില്ല. എല്ലാം ദുനിയാവ് കിട്ടുന്ന കാര്യങ്ങളാണ്. അമല് ചെയ്യുന്നത് ആഖിറത്തിലേക്കാണ്, കിട്ടുന്നത് എവിടെയാ? ദുനിയാവിലാണ്. അവസാനം എന്താ അറിയോ? വമതുറദതുൽ ലിദ്ദാഇ അനിൽ ജസദ്, വമതുറദതുൽ ലിദ്ദാഇ അനിൽ ജസദ്, ശാരീരിക രോഗങ്ങളെ അകറ്റുന്നതുമാണ്. ഏത്? തഹജ്ജുദ് നിസ്കാരം, ഖിയാമുൽ ലൈൽ. അപ്പൊ നോക്കി നിങ്ങള് ഈ തഫ്സീർ അനുസരിച്ച് ഫീ ഹാദിഹി ദുനിയ ഹസന എന്ന് പറഞ്ഞാൽ യഅനി അസ്സിഹത വൽ ആഫിയ. അപ്പൊ ദുനിയാവില് സിഹത്തും ആഫിയത്തും കിട്ടും, ആഖിറത്തിലോ സ്വർഗവും കിട്ടും. അതായത് ഏത് സൽക്കർമ്മങ്ങൾക്കും ദുനിയാവിൽ തന്നെ പ്രയോജനമുണ്ട്, പുറമെ ആഖിറത്തിലുമുണ്ട് എന്നർത്ഥം. നമ്മൾ മുമ്പ് ഒരിക്കൽ ഖുതുബയിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയണാണ്. ഉദാഹരണത്തിന് നിസ്കാരം. നിസ്കരിച്ചെന്താ മെച്ചം? നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും. നിസ്കരിച്ചെന്താ മെച്ചം? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ദുനിയാവിൽ നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ നിസ്കാരം തടയും. സ്വതക്ക കൊടുത്ത എന്താ മെച്ചം? സ്വതക്ക കൊടുത്താൽ സ്വർഗം ലഭിക്കും. സ്വതക്ക കൊടുത്താൽ മെച്ചം എന്താ? ദുനിയാവിൽ എല്ലാ പള്ളിയുടെ മുന്നിലുമുള്ള പെട്ടിയിൽ, ധർമ്മപ്പെട്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ദാനം, ആപത്തുകളെ തടയും. ദുനിയാവാണ് അല്ലേ? സ്വതക്ക അങ്ങനെ തന്നെയാണ്. സ്വതക്കയെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം, നബിയെ അവരുടെ സമ്പത്തിൽ തങ്ങൾ പിടിച്ചു വാങ്ങുക. എന്താ അതിന്റെ മെച്ചം? സ്വതക്ക, നിർബന്ധ ദാനം പിടിച്ചു വാങ്ങണം. അപ്പൊ എന്താ മെച്ചം? തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ദുനിയാവിൽ തന്നെ മനുഷ്യന് കിട്ടുന്ന മെച്ചതാണ്. ഏതെല്ലാം എന്തെല്ലാം കാര്യത്തിൽ, ഏത് ഇബാദത്തിൽ അങ്ങനെ തന്നെയാണ്. നോമ്പ് വിൽക്കാൻ പറഞ്ഞു, നോമ്പിന്റെ മെച്ചെന്താ? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാകും. ആഖിറത്തിലോ സ്വർഗം കിട്ടും. ദുനിയാവിലോ ഒന്നിന് പരിഹാരമായി നോമ്പിനെ പറഞ്ഞു. ചെറുപ്പക്കാരെ വിളിച്ചിട്ട് റസൂല് പറഞ്ഞു, യാ മഅശറ ശബാബ്, ചെറുപ്പക്കാരെ, മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, കല്യാണം കഴിക്കാനുള്ളതായാൽ നിങ്ങൾ കല്യാണം കഴിക്കണം, അല്ലെങ്കിലോ നിങ്ങൾ നോമ്പ് നോൽക്കണം. എന്ത് പറഞ്ഞു? നോമ്പ് നോൽക്കണം എന്നാ. എന്താ കാര്യം? നോമ്പ് ഫഇന്നഹു ലഹു വിജാ എന്നാണ്. നോമ്പ് അതിന് പകരാണ്.
അതതിനൊരു പരിഹാരമായിട്ട് വരുന്ന. അപ്പൊ നോക്കി നിങ്ങൾ നോമ്പോടുള്ള മെച്ചെന്താ? ശഹവത്തുകളെ കുറക്കുന്നു. അപ്പോ നമ്മൾ ആഖിറം ലക്ഷ്യം വെച്ച് ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങൾക്കും ഒന്നാമതായി തന്നെ പ്രതിഫലം കിട്ടുന്നത് എവിടെ? മെച്ചം എവിടെയാ? ദുനിയാവിലാണ്. രണ്ടാമതോ ആഖിറത്തിലാണ്. ഇതാണ് ആയത്ത്. എന്ത്? ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന. ഈ ലോകത്ത് വെച്ച് നന്മ പ്രവർത്തിക്കുന്നവർക്ക് ഹസനത്തുണ്ട്, നന്മയുണ്ടെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ തന്നെ നന്മയുണ്ട്. രണ്ടാമത്തത് ആഖിറത്തിലാകട്ടെ അവർക്ക് സ്വർഗമുണ്ട്. അതാണ് മനുഷ്യരാശി മുഴുവനും കാത്തിരിക്കുന്ന മഹാഭാഗ്യം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേ ശൈലി ഖുർആനിൽ പലയിടത്തും കാണാം. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന എന്ന ശൈലി സൂറത്തു അൻആം, സൂറത്തു നഹൽ 16-ാം അധ്യായം അതിന്റെ 30-ാമത്തെ ആയത്തിലുണ്ട്. അതേപോലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ഈ ആയത്ത് നമ്മൾ കേൾക്കാറുണ്ട്. ലില്ലദീന യാതൊരുത്തർക്കുണ്ട് അഹ്സനുൽ ഹുസ്ന, അവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുണ്ട് നന്മ ചെയ്തവർക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്? സ്വർഗമാണ്. വസിയാദത്തുൻ, ഒന്നുകൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ലിഖാഉല്ലാഹി ജല്ല വഅല. ഈ ശൈലി പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പോ ഇതുകൊണ്ട് മെച്ചെന്താന്ന് വെച്ചാല് നോക്കൂ നിങ്ങള്, ഒന്ന് ഹസനത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ക്ഷമിക്കണം, ഇഹ്സാൻ സുഹൃതം ചെയ്യുന്നവർക്ക് ദുനിയാവിലും മെച്ചമുണ്ട്. നാളെ ഉറങ്ങണ്ടോ? നാളെ ആഖിറത്തിലും മെച്ചമുണ്ട്. അപ്പൊ നോക്കി നിങ്ങള്, ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ് അത്. ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇസ്ലാമികമായ ഏത് കാര്യം ചെയ്യുമ്പോഴും അതുകൊണ്ട് ഒന്നാമത്തെ മെച്ചം ദുനിയാവിലാണ്, രണ്ടാമത്തെ മെച്ചം ആഖിറത്തിലാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഒരാൾ കല്യാണം കഴിച്ചു, കുടുംബജീവിതം നയിച്ചു, അതിന്റെ ഗുണം എവിടെയാ? അയാൾക്ക് ഒന്നാമത് ദുനിയാവിലാണ്. രണ്ടാമത്തതോ ആ കുടുംബജീവിതം കൊണ്ട് അയാൾക്ക് കിട്ടേണ്ട എന്താ? സ്വർഗമാണ്. അല്ലെ? സ്വർഗമാണ്. നമ്മൾ ചെയ്യണ ഏത് സൽക്കർമ്മങ്ങൾക്കും ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തെന്താ? ഭൗതികമായി വിശപ്പെടണം. ഗുണം എവിടെയാ? കൂലി എവിടെയാ? അവിടെയാണ്. അല്ലെ? ഇവിടെ മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കും, അവിടെ മനുഷ്യന്റെ ശാശ്വത പ്രശ്നം പരിഹരിക്കും, സ്വർഗം കിട്ടും. എല്ലാം എന്തെല്ലാം ഏതൊരു നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു 10, 15, 20, 25 എത്ര സൽക്കർമ്മങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഇങ്ങനെ എഴുതി നോക്കി. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു 10-20 സൽക്കർമ്മങ്ങൾ എഴുതി നോക്കി. എന്നിട്ട് അപ്പുറത്ത് വരട, എല്ലാറ്റിനും കിട്ടാൻ പോണ സ്വർഗ. ദുനിയാവിലോ? അപ്പൊ ഇങ്ങനെ തലയിൽ വരും ഓരോന്നിനും അള്ളാഹു ദുനിയാവ് കൊടുത്ത ഓഫർ. എല്ലാ സൽക്കർമ്മങ്ങൾക്കും ദുനിയാവിൽ ഓഫറുണ്ട്. നാളെ ആഖിറത്തിലോ ഇൻഷാ അല്ലാഹ് സ്വർഗമുണ്ട്. അല്ലാഹു തആല ദുനിയാവിലോ ആഖിറത്തിലും നമ്മെ വിജയിപ്പിക്കുവാറാകട്ടെ. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത്, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവന്റെ ദുനിയാവിലെ ജീവിതവും സ്വർഗീയമായിരിക്കും. അൽഹംദുലില്ലാഹ്. പട്ടിണി കിടക്കുകയാണെങ്കിലും അവനെന്തുണ്ടാവും? മനസ്സിന് മനസ്സംതൃപ്തി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. പട്ടിണി കിടന്നാലും ഉണ്ടാവും. ഒരു നേരെ ഭക്ഷണം കഴിക്കാണെങ്കിലും മനസ്സിന് എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും. ഉദാഹരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മാസമൊക്കെ പട്ടിണി, സമാധാന ജീവിതം. അമ്മ പറഞ്ഞില്ല, ആയിഷ ബീവി, മോനെ 3 ഹിലാലുകൾ ഞങ്ങൾ കാണുന്നത്. അപ്പൊ എന്തമ്മ കഴിക്കാനുള്ളത്? 2 കറുത്ത വസ്തുക്കൾ, 1 കാരക്ക, 2 പച്ചവെള്ളം. ഒരു കുഴപ്പമില്ല, മനസ്സിനൊരു അസ്വസ്ഥതയില്ല. നമുക്കോ 3 നേരം തിന്നുണ്ട്, പുറമേ 2 നേരം വേറെയും, പിന്നെ എക്സ്ട്രാ രാത്രിക്ക് വേറെയും. എന്നിട്ടും മനസ്സിനൊരു സുഖമില്ല. കിടക്കണ പായിൽ സുഖമല്ല, കെട്ടിയ പെണ്ണിന്റെ അടുത്തുനിന്ന് സുഖമല്ല, തൊട്ട് ജീവിക്കണ ഭർത്താവിൽ നിന്ന് സുഖമല്ല, ആറ്റുനോറ്റുണ്ടായ മക്കളിൽ നിന്ന് സമാധാനമല്ല. അല്ലെ? എവിടെ അസ്വസ്ഥതയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം. എന്തുകൊണ്ടത്? നഫ്സ് വരാത്തോണ്ടാണ്. അതെങ്ങനെ വരിക? എല്ലാറ്റിന്റെ ലക്ഷ്യം ആഖിറം മാത്രമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅർദുല്ലാഹി വാസിഅ. വഅർദുല്ലാഹി വാസിഅ. അർള് എന്ന ഭൂമി, അള്ളാന്റെ ഭൂമി വാസിഅത്തുൻ, വിശാലമായതാണ്. അള്ളാന്റെ ഭൂമി വിശാലമായതാണ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? ഇതിന് കുറച്ച് വിശദാംശങ്ങളുണ്ട്.
ഈ ആയത്തിന്റെ വിശദീകരണമായി വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ വേറെ കാണാം. ഞാൻ ഒന്ന് മാത്രം ആദ്യം വായിക്കാം, രണ്ടാമത്തെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പിന്നെ വേണമെങ്കിൽ വായിച്ചാൽ മതി. 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇന്റെ 97-ാമത്തെ ആയത്ത്. അതേപോലെ 29-ാം അധ്യായം സൂറത്ത് അൽ അങ്കബൂത്തിന്റെ 56-ാമത്തെ ആയത്ത്. ഈ 2 ആയത്തിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണാൻ പറ്റും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം ഖാല ഫീമ കുൻതും ഖാലു. അപ്പോൾ അവർ പറയും കുന്ന മുസ്തദ്അഫീന ഫിൽ അർദ് ഖാലു. അപ്പോൾ മലക്കുകൾ ചോദിക്കും, അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫിഹാ. അവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് സ്വന്തത്തോട് അന്യായം ചെയ്തവരെ മരിപ്പിക്കുമ്പോൾ മലായിക്കത്തുകൾ, മലക്കുൽ മൗത്ത് അടക്കമുള്ള മലായിക്കത്തുകൾ അവരോട് ചോദിക്കും, ആ സംഘം ചോദിക്കും, നിങ്ങൾ എന്തൊരു നിലപാടിലായിരുന്നു? അപ്പൊ അവര് പറയും, ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു. അപ്പൊ മലക്കുകൾ ചോദിക്കും, അള്ളാന്റെ ഭൂമി വിശാലായിരുന്നില്ലേ? നിങ്ങൾക്ക് സ്വദേശം വിട്ടിട്ട് അതിൽ എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ. ഈ ആശയം വിശുദ്ധ ഖുർആനിൽ വേറെയും കാണാം. അതിലൊന്നാണ് ഇപ്പൊ നമ്മൾ പഠിക്കണ സൂറത്തിലുള്ളത്. അവിടെ എന്താ? അർദുല്ലാഹി വാസിയ, അള്ളാന്റെ ഭൂമി വിശാലമാണ്. അതിനാൽ ഒരു തടസ്സവുമില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കണ്ടെത്തുന്നത് വരെ നിങ്ങൾ ഹിജറ ചെയ്യുക എന്നാണ് അതിന്റെ മാനദണ്ഡം. അൽഹംദുലില്ലാഹ്, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പൊ അമ്മക്ക് അങ്ങനത്തെ ഒരു പ്രശ്നപ്പെടല്ല ഈ രാജ്യത്ത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ചില ആൾക്കാരൊക്കെ പറഞ്ഞു നോക്കി ഇടക്ക് പോണം എന്നൊക്കെ, പോയി നോക്കുമ്പോഴോ അവിടുന്ന് എങ്ങട്ടാ പോവുക എന്ന് ആലോചിച്ചിരിക്കണം. ഒരു കാലത്ത് ചർച്ച തരുന്നു, പോയി നോക്കുമ്പോഴോ അവിടെ ആകെ അടിയാ, അവിടുന്ന് എങ്ങട്ടാ പോവുക എന്നാണ് അവിടെ ഉള്ളവർ ആലോചിക്കണം. സത്യം പറഞ്ഞാൽ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് 3 തഫ്സീറുകൾ കാണാൻ പറ്റും. ഇതാരെക്കുറിച്ച്, ഏത് സാഹചര്യത്തിലാണ്? ഈ ആയത്തിന്റെ പശ്ചാത്തലം വരിക്കുമ്പോൾ തഫ്സീറുകൾ കാണാം, ഇത് മക്കയിൽ നിന്ന് ഹിജറ പോയതിനെ സംബന്ധിച്ചാണെന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തത് ഹബശയിലേക്കുള്ള, എത്യോപ്യയിലേക്കുള്ള ഹിജറയെ പറ്റിയാണ് എന്നാണ് ഒരു അഭിപ്രായം. ഇത് രണ്ടും കഴിഞ്ഞുപോയി. എന്നാൽ ഇനി പറയാൻ പോണ വീക്ഷണം ഏത് കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണ്. 3-ാമത്തെ വീക്ഷണം എന്താ അറിയോ? ആരെങ്കിലും സ്വന്തം നാട്ടിൽ മാസിയത്ത് കൊണ്ട് അഥവാ പാപം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടാൽ അവൻ ഓടിപ്പോകട്ടെ എന്നാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല. അത് ഏത് കാലത്തേക്കും ഫിറ്റാണ്. ആരെങ്കിലും സ്വന്തം നാട്ടിൽ പാപം ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടാൽ അവൻ ആ നാട് വിട്ടോടിപ്പോകട്ടെ എന്നാണ്. അൽഹംദുലില്ലാഹ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ വരെ പോലീസ് പെർമിഷൻ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആ സ്വാതന്ത്ര്യം നമുക്ക് നിലനിർത്തി തരട്ടെ. പക്ഷെ നമുക്ക് എന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇശാക്ക് പള്ളിക്ക് വരുന്നില്ലേ? ഉണ്ട്. മഗ്‌രിബിനില്ലേ? ഉണ്ട്. സുബീക്ക് വരുന്നില്ലേ? ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സുബീക്ക് പള്ളിക്ക് വരുമ്പോ പോകാൻ പറ്റൂല എന്ന് പറയാൻ ഒരു കാവൽക്കാരൻ അവിടെ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യാ? അപ്പൊ മനസ്സ് കൊതിക്കും, അല്ലാഹു ഒരു സുജൂദ് അള്ളാന്റെ പള്ളിയിൽ നിസ്കരിച്ചൊക്കെയാണ്. ഇപ്പോഴോ ഇപ്പൊ പള്ളി തന്നെ കഴിഞ്ഞുകൂടാൻ അവസരം ഉണ്ടായാലും നമുക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടറിയോ? നമുക്ക് കിട്ടുന്ന നിഅമത്തിന്റെ മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരിൽ തിന്മകൾ വർദ്ധിച്ചാൽ അവരനുഭവിക്കുന്ന നിഅമത്തുകൾ അല്ലാഹു തആല അവരിൽ നിന്ന് ഊരി മാറ്റുമെന്നാണ് ചരിത്രം. അതാണ്, നമ്മളിൽ മഅസിയത്ത് ഉണ്ടായാൽ അല്ലാഹു നിഅമത്തിനെ നീക്കും. നേരെ നന്ദിയാണെങ്കിലോ ലഇൻ ശകർതും ലഅസീദന്നകും, വർദ്ധിപ്പിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടാവും വിചാരിക്കണം ഇൻഷാ അല്ലാഹ്. വല്ലാഹു അഅലം. ശരി, അപ്പൊ ഇവിടെ അതാണ് ഹിജറയെ സംബന്ധിച്ച. ഹിജറ എന്ന് പറഞ്ഞാൽ എന്താന്ന് നബി പറഞ്ഞൊരു വാക്കുകൂടി ഞാൻ പറയട്ടെ സന്ദർഭത്തിൽ. ശരിക്കും ഹിജറ എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കിയത് കുറെ തെറ്റിദ്ധരിച്ചിട്ടാണ്. ഹിജറ എന്നുണ്ട്, ഖിയാമത്ത് നാൾ വരെ ഹിജറ ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം, ഖിയാമത്ത് നാൾ വരെ ഹിജറ ഉണ്ട്. ഹിജറ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ? ശരിക്ക് ആത്മീയമായിട്ട് ഒരാളെ ഹിജറയെ മനസ്സിലാക്കേണ്ട എങ്ങനെ അറിയോ? വൽ മുഹാജിറു. ആരാണ് മുഹാജിർ? വൽ മുഹാജിറു, നബി പറയാണ്, മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരി. ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നബി പറയാണ് വൽ മുഹാജിറു. മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ, ഒരുത്തനാണ്. അവനാരാണ്?
ഹജറ മാ നഹല്ലാഹു അൻഹു, ആര് അല്ലാഹു വിരോധിച്ചതിനെ വെടിയുന്നുവോ അവനാണ് മുഹാജിർ. വിരോധിച്ചത് ഒഴിവാക്കുന്നവനാരോ അവനാണ് മുഹാജിർ. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ ആലോചിക്കാൻ, ഹിജറ അവസാനിച്ചോ? ഇല്ല. നമ്മളെ ഹയാത്തുള്ളിടത്തോളം ഒക്കെ ഹിജറ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് പിന്നെ റബ്ബ് പറഞ്ഞു, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇന്നമാ, നിശ്ചയമായും, യുവഫ, വഫ, യുവഫ എന്നാണ്, കൊടുക്കപ്പെടും. അസ്സാബിറൂന, ക്ഷമ പാലിക്കുന്നവർക്ക്, അജ്റഹും, അവരുടെ പ്രതിഫലം, ബിഗൈരി ഹിസാബിൻ, ഒരു കണക്കും കൂടാതെ, കണക്കില്ലാതെ. അതായത് തീർച്ചയായും ക്ഷമ പാലിച്ചു ജീവിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ കൊടുക്കപ്പെടും. പറഞ്ഞാല് അള്ളാഹ്ക്ക് മാത്രമേ അത് അറിയുള്ളൂ. നമ്മുടെ മുന്നിൽ അള്ളാഹ് ഇത്ര കിട്ടും, 10 ഇരട്ടി മുതൽ 700 ഇരട്ടി ഒരു കണക്കാണ്, അല്ലെ? അള്ളാഹ് പറഞ്ഞല്ലോ, വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, അതൊരു കണക്കാണ്. ഒരു സൽക്കർമ്മത്തിന് 10 ഇരട്ടിയാണ്. എത്ര വരെ? ഇലാ 700 ളിഅഫിൻ, 700 ഇരട്ടി വരെ. അള്ളാഹു നമ്മൾ ഈ ഇരുത്തത്തിനൊക്കെ അങ്ങനെ തെരുമാറാകട്ടെ. എന്നാ ഇവിടെ പറഞ്ഞ എന്താ അറിയോ? ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. അപ്പൊ അത് എത്രയെന്നുള്ളത് അല്ലാഹു അലം. അളാഫൻ മുളാഅഫതൻ കതീറ എന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട് വേറെ വിഷയവുമായി ബന്ധപ്പെട്ട്. അവിടെ 2 കാര്യമാണ്. ക്ഷമ പാലിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ കൊടുക്കപ്പെടുന്ന എവിടെ കൊടുക്കും? ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി, താബിഈകൾ പ്രസിദ്ധനാണ്, അദ്ദേഹം പറഞ്ഞു സ്വർഗത്തിൽ എന്നാണ്. അപ്പൊ സ്വർഗത്തിലാണ് ഇത് കിട്ടുക. നമ്മൾ പണിയെടുത്തതിനനുസരിച്ചല്ല കിട്ടുക. പിന്നെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എത്ര അള്ളാഹ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്, അത്രയും കിട്ടുന്നതാണ്. അതായത് അളവും തൂക്കവും ഇല്ലാതെ, യാതൊരു കണക്കുമില്ലാതെ നൽകപ്പെടും. കാരണം എന്താ? ദുനിയാവിലായിരിക്കെ മഅസിയത്തിനെ തൊട്ട്, പാപത്തെ തൊട്ട് അതിൽ വീഴാതെ അവർ ക്ഷമിച്ചു. അതാണ് ഇവിടെ ക്ഷമ. നേരത്തെ പറഞ്ഞല്ലോ ക്ഷമയെ കുറിച്ച്. ഇവിടുത്തെ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇവിടുത്തെ ക്ഷമ എന്ന് പറഞ്ഞാൽ തിന്മകളിലേക്ക് പോകാതെ അവര് ക്ഷമിച്ചു. തുടക്കമുണ്ടല്ലോ, എന്ത്? യാ ഇബാദില്ലദീന ആമനു തഖൂ റബ്ബക്കും, അതായത് ത്വാഅത്തിലായി ജീവിച്ചു, മഅസിയത്തിനെ തൊട്ടവര് മാറി നിന്നല്ലോ. ആ ക്ഷമ, അതൊരു ക്ഷമയാണ്. കൂടെ അള്ളാഹുവിലുള്ള ത്വാഅത്തിലായി ഒരു ജീവിച്ചു. അപ്പോ മഅസിയത്തിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് വിധേയനായി ജീവിതത്തിൽ ഓരോ സെക്കൻഡും റബ്ബിന് ഇഷ്ടപ്പെട്ട നിലപാടുകൾ മാത്രം കൈക്കൊണ്ടവർ മുന്നോട്ട് പോയി. ഇവിടെ അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യണ ചില ചർച്ചകൾ കാണാം. ഇബ്നുൽ ഖയ്യിമൊക്കെ പ്രത്യേകിച്ച് ചർച്ച ചെയ്യണായിട്ട് എൻ്റെ ഓർമ്മ വായിച്ചത്, ക്ഷമയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്തറിയോ? അള്ളാഹ്ക്കുള്ള അനുസരണമാണ്, ത്വാഅത്ത്. അള്ളാഹുവിലുള്ള അനുസരണത്തിൽ നിൽക്കണമെങ്കിൽ നല്ല സബ്റ് വേണം. കാരണം നമ്മളെപ്പോഴും മാറും. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്, മാറും. ഒരിക്കൽ നന്മ ചെയ്താൽ പിന്നെ ചിലപ്പോൾ തിന്മയിലേക്ക് ചായ്വുണ്ടാവും, അല്ലെ? നമുക്ക് പല നന്മയും അതിങ്ങനെ കണ്ടിന്യൂറ്റി ഉണ്ടാവൂല. ഒരു നന്മയും ചിലപ്പോൾ നമുക്ക് ഇന്നത്തെ, ചിലപ്പോൾ നമ്മള് മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ നമുക്ക് ഹൃദയം പൊട്ടിയിട്ടുണ്ടാവും, കണ്ണ് നനഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇശാ നിസ്കരിക്കുമ്പോൾ നമുക്കത് വരുന്നില്ല. അപ്പോഴേക്കും നമ്മളെ വസ്വാസിലാക്കാണ് ശൈത്താൻ. അപ്പൊ നമുക്ക് അവിടെയും പിടിച്ചിക്കാൻ പറ്റണം. അത് കഴിഞ്ഞ് രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സുബഹി തഹജ്ജുദ് ഉണ്ട്, അവിടെ നമുക്ക് കൂടുതൽ ആവേശം ഉണ്ടാവും. അത് കഴിഞ്ഞ് സുബഹി, അതൊരു അവസരമാണ്, അല്ലെ? ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ എന്ന് പറഞ്ഞില്ലേ? ഖുർആൻ ഓതി ദീർഘമായി നിസ്കരിക്കണത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. അവിടെ ഒന്നുകൂടി ഖുശൂ ഉണ്ടാകണം. അപ്പൊ ഓരോ ഘട്ടവും ഒന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകണമെങ്കിൽ നല്ല ക്ഷമ വേണം. തർബിയത്ത് തന്നെ, നിരന്തര പരിശ്രമം തന്നെ. നിങ്ങൾ അലിച്ചയ്ക്ക് നമുക്ക് കുട്ടിയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്താ, രാവിലെ കഴിച്ച് മോശമാണെങ്കിൽ വൈകുന്നേരത്തെ ഒന്നുകൂടി നമ്മൾ ഉഷാറാക്കും, അല്ലെ? ഏത് കാര്യം അങ്ങനെയാണ്. ഇബാദത്തിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ എന്തെങ്കിലും അറിയോ? അത് കുഴപ്പമൊന്നുമില്ല, പിന്നെ നോക്കാം, നാളെ നോക്കാം, സൗഫ ഏത് കാര്യവും സൗഫ നാളെ പറഞ്ഞെന്താ? നീളെന്നാണ്. അത് എത്ര വരെ പോവും? ഹത്താ സുർത്തുമുൽ മഖാബിർ, കുഴിക്ക് ഇറക്കി വെക്കണ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹുൽ മുസ്തആൻ. അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന് ത്വാഅത്തിലായി ജീവിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹിന്റെ കൽപ്പനകളൊക്കെ അവർ ക്ഷമയോടെ സ്വീകരിച്ചു. അതാണ് അള്ളാഹ് കൽപ്പിച്ചതൊക്കെ, വാജിബാത്തുകളൊക്കെ അവർ സ്വീകരിച്ചു, മുസ്തഹബുകൾ സ്വീകരിച്ച പോലെ തന്നെ. ഔലിയാക്കന്മാരെ മർത്തബ പറയുന്നിടത്ത് കാണാം,
അവര് വാജിബുകൾ പ്രവർത്തിച്ചു, മുസ്തഹബുകൾ പ്രവർത്തിച്ചു, ഹറാമുകൾ ഒഴിവാക്കി, കറാഹത്തുകൾ ഒഴിവാക്കി, വബഅലുൽ മുബാഹാത്ത് അനുവദിക്കപ്പെട്ടതിൽ തന്നെ ചിലതും അവരൊഴിവാക്കിയതാണ്. നമുക്കൊക്കെ അങ്ങനെ ആകാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കുറച്ചൊരു പ്രയാസമുള്ള കാര്യമെന്നർത്ഥം. ശരി, ഇവിടെ നമ്മൾ ക്ഷമയെക്കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ക്ഷമ അടിസ്ഥാനപരമായി 4 വിധത്തിലാണ്. 1, ഹറാമ് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. 2, പുണ്യകർമ്മങ്ങളുടെ ഭാഗമായുള്ള ക്ഷമ, ഇൽമ് നേടാൻ, അത് അമലാക്കാൻ, അത് എത്തിച്ചു കൊടുക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ ഒക്കെ നല്ല ക്ഷമ വേണം അല്ലേ? അപ്പൊ നിങ്ങൾ ഇരിക്കണ തന്നെ നല്ല ക്ഷമയോടുകൂടി അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. 3-മത്തേത് നോമ്പ് നോൽക്കാനുള്ള ക്ഷമ. നോമ്പ് നോൽക്കണതിൽ നല്ല ക്ഷമ വേണം. 4-മത്തെ ക്ഷമ വിപത്തിലുള്ള ക്ഷമയാണ്. വിപത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രോഗം, ദാരിദ്ര്യം, മരണം, കടം, പ്രയാസങ്ങൾ, ഇങ്ങനെ മനുഷ്യനെ ദുനിയാവിൽ ഇങ്ങോട്ട് നട്ടപ്പരാന്തിലാക്കണ കുറെ പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ നല്ല സുബർ വേണം. ആ സുബർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഒരു വീക്ഷണം അനുസരിച്ച് അത് വാജിബാണ്. പണ്ഡിതന്മാരുടെ 2-മത്തെ ഖൗൽ അനുസരിച്ച് മുസ്തഹബാണെന്നാണ്. അല്ലാഹു അഅലം. അപ്പൊ ഇങ്ങനെ ചർച്ച വിശാലനർത്ഥം. അതുകൊണ്ട് റബ്ബ് പറഞ്ഞു വസ്തഈനു, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിആൻ നടത്തുക, ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോണ 5 ആയത്തിലെയും ഖിതാബ് മുഹമ്മദ് നബിയാണ്. നബിക്ക് മാത്രമല്ല, നമുക്കൊക്കെ ബാധകമായ കാര്യമാണ്. എന്താണത്? ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഖുൽ, എന്താ മക്കളെ ഖുൽ എന്ന് പറഞ്ഞാൽ? പറയുക. ആര് പറയണം? നബി പറയണം. ഇവിടെ ആദ്യം നബിയോട് പറയണം. നബിയെ പറയുക. ഇന്നി, നിശ്ചയമായി ഞാൻ എന്ന് പറഞ്ഞാൽ യഅനി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചു. അൻ അഅ്ബുദ, ഞാൻ ഇബാദത്ത് ചെയ്യാൻ. അൻ അഅ്ബുദ, നിങ്ങൾ വിരൽ വെച്ചോക്കെ. എവിടെ വിരൽ വെക്കേണ്ടത്? ഇടത്തെ കൈയല്ല, വലത്തെ കൈ വെക്കും. ഇടത്തേത് വേറൊന്നിനെ നമ്മൾ ചിലപ്പോ ഉപയോഗിക്കല് അല്ലെ? വലത്തെ വെച്ചാൽ മതി. ഖുർആനല്ലേ? എവിടെ? അന്ന അബുദ. ഇനി ഒന്ന് വെച്ചിക്ക. ഖുൽ എന്ന് പറഞ്ഞ പറയുക. ഇന്നി, നിശ്ചയമായി ഞാൻ. ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു. അന്ന അബുദ, ഞാൻ ഇബാദത്ത് ചെയ്യാൻ. എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ? മുഖ്ലിസൻ, ഇഖ്ലാസുള്ളവനായിട്ട്, തനിച്ചായവനായിട്ട് അല്ലെ? അള്ളാഹ്ക്ക് മാത്രം ഇഖ്ലാസോടുകൂടി. ലഹു, അവന്, അദ്ദീൻ, കീഴ്വണക്കം. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പറയുക നബിയെ, കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതായത് മുഫസ്സിറുകൾ പറയാണ്, ഇന്നമാ ഉമിർതു ബി ഇഖ്ലാസിൽ ഇബാദത്തി ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. ഒറ്റ വാക്ക്. അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി ഇബാദത്തെടുക്കണമെന്ന് മാത്രമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവൻ ഏകനാണ്, അവനൊരു ശരീക്കുമില്ല. കുറച്ചും കൂടി നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കാൻ നല്ലത്, ശിർക്കിൽ നിന്ന് അകന്ന് കറകളഞ്ഞ ഇഖ്ലാസിലും തൗഹീദിലുമായി ഇബാദത്തെടുക്കാൻ എന്നോട് അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട്. ഇത് ആരോടാ പറയണത്? ആരോടാ? നബിയോടാണ്. പക്ഷെ നബിനോട് മാത്രമല്ല, നബിയുടെ അഹലുകാരായ അല്ലെങ്കിൽ നബിയുടെ ഉമ്മത്തുകളായ നമുക്കൊക്കെ എന്താണ് ഇത് ബാധകൾ? നമ്മളൊക്കെ ഇത് തന്നെയാണ്. നമ്മളൊക്കെ ഇബാദത്ത് കറകളഞ്ഞതായിരിക്കണം, ഇഖ്ലാസുള്ളതായിരിക്കണം. ഇഖ്ലാസ് പറഞ്ഞാൽ അതിന് നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവും, അതൊന്ന് മറന്നൊന്നും എനിക്കറിയില്ല. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇംഗ്ലീഷിൽ അതിന് പറയാം പ്യുവർ എന്നാണ്. പ്യുവർ വാട്ടർ എന്നൊക്കെ പറയും നമ്മൾ. പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തതെന്നാണ്, ശുദ്ധമായത്, തനിച്ചായത്, ഒരു കലർപ്പുമില്ല അതിനകത്ത്. വേണ്ട പോഷകങ്ങളും മൂലകങ്ങളൊക്കെ ഉണ്ട്. സൗദി അറേബ്യയിലൊക്കെ ചെന്നിട്ട് വെള്ളം വാങ്ങിച്ചാൽ 1 റിയാലിന്റെ വെള്ളമൊക്കെ എത്ര പോകുന്നൊരു കുപ്പിയാണ് കിട്ടുക ചിലപ്പോൾ. അപ്പോൾ വെള്ളത്തിന് വില കൂടിക്കണം. വാങ്ങിച്ചാൽ ഇങ്ങനെ തുറക്കിയാൽ അതിനകത്തുള്ള ആഡ് ചെയ്തൊക്കെ ഉണ്ടാവും. ഫോസ്ഫറസ്, മറ്റേത് മറിച്ചത്, ആവശ്യത്തിനുള്ള സാധനം. മിനറൽ, ശരിക്കും മിനറൽ വാട്ടർ അതാ. നമ്മളവിടുത്തെ കുപ്പിവെള്ളം മിനറൽ വാട്ടർ അല്ല, അത് വേറൊരു സാധനം ഇട്ടിട്ട് വെളുപ്പിച്ചുകൊണ്ടിരുന്ന വെള്ളം. അതാണ് ഒറിജിനൽ മിനറൽ വാട്ടർ.
ആ മിനറൽ വാട്ടർ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കറിയാം പ്യുവറായിരിക്കും. അതിനകത്ത് കൃത്യമായി എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ വേണ്ടതെന്ന് അതൊക്കെ അങ്ങനെ എല്ലാം അടങ്ങിയതാണ്. ഇതന്നെയാണ് ഇവിടെ പ്യുവറായിരിക്കണം. അതിൽ വേണ്ടതൊക്കെ ഉണ്ടാകണം, വേണ്ടാത്തൊന്നും ഉണ്ടാകാൻ പാടില്ല, കലർപ്പില്ലാത്തതായിരിക്കണം. അങ്ങനത്തെ അതാണ് ഇഖ്ലാസ് എന്ന് പറയാം. അതാണ് ശിർക്കിൽ നിന്ന് അകലണം. ഒരു നിലക്കുള്ള ശിർക്ക് വരാൻ പാടില്ല, ചെറുതും വരാൻ പാടില്ല, വലുതും വരാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് അലിച്ചൊക്കെ ഇന്ന് ഇമാമ് മഗ്രിബ് നിസ്കാരത്തിന് ഓതിയത് സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ വരികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, നിങ്ങൾ ഓതിയ സൂറത്താണോ ഇന്ന് ഇമാമ് മഗ്രിബിന് ഓതിയത്? അതിനകത്ത് അവസാനത്തെ ഒരു വാക്കുണ്ടെന്നറിയോ? ഇത് പറഞ്ഞു ഖുൽ ഇന്നമാ അന ബശറും മിത്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. എന്താ അവസാനം പറഞ്ഞറിയോ? തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നാണ്, ശിർക്ക് വെക്കാതിരിക്കട്ടെ എന്ന്. ആ ആയത്തിന്റെ തഫ്സീർ എന്തരങ്ങള് ചെറിയ ശിർക്കാണ്, ശിർക്കുൽ അസ്ഗർ എന്നാണ്. ശിർക്കുൽ അസ്ഗർ ആർക്കാ വരാ? എനിക്കും ഇങ്ങൊക്കെ വരാം. കാരണം നമ്മളാണ് ആര്? മുസ്ലിങ്ങള്. വലിയ ശിർക്കിന്ന് രക്ഷപ്പെടുകയും അല്ലെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് തൗഹീദിലായി ജീവിക്കുകയും ചെയ്യണം. നമ്മളെയാണ് എന്ത് പിടികൂടാ? ചെറിയ ശിർക്ക് പിടികൂടാ. ചെറിയ ശിർക്ക് നമ്മളെ പിടികൂടും. അള്ളാഹു തആല കാക്കട്ടെ. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്കുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെടും. അതിന്റെ അക്ബറും അസ്ഗറും രണ്ടും. അതിലെന്തൊക്കെയുണ്ട്? മനസ്സിൽ വന്നു പോണതുണ്ട്, പ്രവൃത്തിയിൽ വന്നു പോണുണ്ട്, നാവിൽ വന്നു പോണതുണ്ട്. ഇങ്ങനെ പല നിലക്കുണ്ട്. അപ്പൊ എല്ലാ തരം ശിർക്കിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ജീവിതം, അതാണ് മുഖ്ലിസൻ ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത വരി എന്താ? വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. വീണ്ടും നബി പറയാണ്, വഉമിർതു, എന്നോട് കൽപ്പിക്കപ്പെടുകയും ചെയ്യും, ലിഅൻ അകൂന, ഞാൻ ആയിരിക്കാൻ, അവ്വലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിലെ ഒന്നാമനായിരിക്കണമെന്ന് എന്നോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്തിന് വിരിക്ക് നിർത്തി ഇമാം സുദ്ദി റഹ്മഹുല്ല പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? യഅനി മിൻ ഉമ്മത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഈ ഉമ്മത്തിൽ നിന്ന് ഒന്നാമനായിരിക്കണം, അഥവാ ഈ ഉമ്മത്തിൽ അള്ളാഹുവിന് സമർപ്പിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്യുന്ന ആദ്യത്തെ മുസ്ലിമാകാനും അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ലോകത്തിന്റെ തന്നെ നേതാവാണ്, എല്ലാ അമ്പിയാക്കളുടെയും ഇമാമാണ് അല്ലെ. എല്ലാ നബിമാർക്കും പ്രത്യേകത ഉണ്ട്, മുർസലിങ്ങൾക്കൊക്കെ പ്രത്യേകത. പക്ഷെ അള്ളാന്റെ റസൂലിന് അവരെക്കാൾ കുറച്ചുകൂടി പ്രത്യേകത ഉണ്ട്. ഈ ആയത്തിൽ റസൂലുള്ളാഹിയോട് പ്രത്യേകമായി പറയണത് മുസ്ലിങ്ങളിൽ, അതായത് റസൂലുള്ളാന്റെ ഉമ്മത്തികളിൽ നിന്ന് അള്ളാഹ്ക്ക് സമർപ്പിക്കുന്ന കീഴൊതുങ്ങുന്ന ആദ്യത്തെ മുസ്ലിമാകാൻ അള്ളാഹ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കി നിങ്ങള്, എല്ലാരെക്കാളും ഏറ്റവും മേലെ ആരായിരിക്കണം? മുഹമ്മദ് നബി ആയിരിക്കണം. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നിടത്ത് അതങ്ങനെ തന്നെയാണ്. ഇത് ഞാനും നിങ്ങളൊന്ന് പകർത്തി നോക്കിയാലോ? നമ്മളെ പൊരയില് ബാക്കിയുള്ളവരെക്കാളും ഒന്നാമൻ നമ്മളാകുക. എന്റെ പെണ്ണുങ്ങളെക്കാളും ഞാൻ ഉഷാറാകാം, ഓളും മത്സരിക്കുക, എന്നെക്കാളും ഉഷാറാകാൻ. എന്തിന്? അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നിടത്ത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഒരു മത്സര ബുദ്ധി. ഫസ്തബിഖുൽ ഖൈറാത്ത് ഫഫിറു ഇലല്ലാഹ്, അള്ളാഹ് പറഞ്ഞല്ലേ. ഈ ഒരു രീതി അള്ളാഹു സഹായിക്കുമാറാകട്ടെ. എന്നിട്ട് പിന്നീട് റബ്ബ് പറഞ്ഞു, ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. ഖുൽ, പറയുക നബിയെ, ഇന്നി, നിശ്ചയമായി ഞാൻ, അഥവാ മുഹമ്മദ് നബി, അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, ഇൻ അസൈതു, ഞാൻ അനുസരണക്കേട് കാട്ടിയാൽ, മഅസിയത്ത് പ്രവർത്തിച്ചാൽ. ആരോട്? റബ്ബി,
എന്റെ റബ്ബിനോട്. നബി ഒരിക്കലും മാസിയത്ത് കാണിക്കോ? ഒരിക്കലും മാസിയത്ത് കാണിക്കൂല. പക്ഷെ നബിനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കണം, എന്റെ റബ്ബിനോട് ഞാനെങ്ങാനും അനുസരണക്കേട് കാണിച്ചാൽ അദാബ യൗമിൻ അദീം, അദാബ എന്ന് പറഞ്ഞ ശിക്ഷയെ, യൗമിൻ അദീം എന്ന് പറഞ്ഞാൽ വമ്പിച്ച ഒരു നാളില്. അതായത് പറയുക നബി, ഞാൻ എന്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചാൽ ഒരു ഭയങ്കരമായ വമ്പിച്ച ഒരു നാളിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താ അറിയോ? അത് വല്ലാത്തൊരു നാളാണ്. അതായത് ധിക്കരിക്കുകയും അനുസരണക്കേട് കാണിക്കുകയുമാണെങ്കിൽ ഞാൻ ഭയപ്പെടുന്നു. എന്തിന്? അദാബ യൗമിൻ അളീം വഹുവ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. എന്ത് പ്രവർത്തിച്ചാൽ? അസൈതു അൽ മഅസിയ എന്നാണ്. അസൈത്തു എന്ന് പറഞ്ഞാൽ മഅസിയത്ത് പ്രവർത്തിച്ചാൽ എന്നാണ്. ഈ അസൈത്തുന് രണ്ട് തഫ്സീർ കാണാം പ്രധാനമായിട്ട്. ഒന്നാമത്തെ തഫ്സീർ എന്താണെന്നറിയോ? മൊത്തത്തിൽ മഅസിയത്താണ്, അത് ആമായ തഫ്സീറാണ്. രണ്ടാമത്തെ തഫ്സീർ അനുസരിച്ച് ഖാസായ തഫ്സീറാണ്. തഫ്സീർ അങ്ങനെ ഉണ്ടാവും, ആമുണ്ടാവും, ഖാസും ഉണ്ടാവും. അതായത് ഒരു വാക്കിന് പൊതുവായ ഒരു വ്യാഖ്യാനം ഉണ്ടാവും, ഏതെങ്കിലും ഭാഗത്ത് പരിമിതമായൊരു വ്യാഖ്യാനം ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള എളുപ്പ ഭാഷയാണ്. ഉസൂൽ തഫ്സീർക്ക് നമുക്ക് പോകാനുള്ള എന്താ പറയുക, അത്രത്തോളം നമ്മളായിട്ടില്ലാത്തതുകൊണ്ടും അത് വിശദീകരിച്ചാൽ മനസ്സിലാവില്ല എന്നുകൊണ്ടും ഞാൻ പറയണില്ല. ഇതിന് മഅസിയത്ത് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, നിഷിദ്ധമായത് ചെയ്തുകൊണ്ടോ കൽപ്പിക്കപ്പെട്ടത് ഉപേക്ഷിച്ചുകൊണ്ടോ ഞാൻ അവരെ ധിക്കരിച്ചു, അനുസരണക്കേട് കാണിച്ചു എങ്കിൽ ഞാൻ ആ ദിവസത്തെ ശിക്ഷയെ ഭയപ്പെടുന്നു. അതായത് അള്ളാഹ് എന്നോട് കൽപ്പിച്ചതിനെതിരായിട്ട് ഞാനങ്ങനെ പ്രവർത്തിച്ചു പോയാൽ ആ നാളിലെ ശിക്ഷ എൻ്റെ മേലുണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അപ്പൊ അതിലെല്ലാം പെട്ടു. ഇനി അതിൽ പ്രത്യേകമായൊരു തഫ്സീർ അനുസരിച്ച് അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ഞാൻ ആരാധിച്ചു എങ്കിൽ. കാരണം എന്താ? ഇവിടുത്തെ ഖിതാബ് ആരോടാ? മുഹമ്മദ് നബിയാണ് പറയണത്. ആരോടാ പറയണത്? പ്രത്യേകിച്ച് മക്കയിലെ മുശ്രിക്കുകളോടാണ്, അല്ലെങ്കിൽ അത്തരം ആളുകളോടാണ്. അപ്പൊ ശരിക്ക് അവര് ശിർക്ക് ചെയ്യുന്നത് പോലെ അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ക്ഷണിക്കുന്നുണ്ട് ശിർക്കിലേക്കൊക്കെ. പക്ഷേ അവര് ശിർക്ക് ചെയ്യുന്നത് പോലെ ഞാൻ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, അല്ലാത്തൊരു വസ്തുവിലേക്ക്, ശക്തിയിലേക്ക്, വ്യക്തിയിലേക്ക്, അസ്നാമിലേക്ക്, അൻദാദിലേക്ക് ഞാൻ തിരിഞ്ഞാൽ എന്റെ ആഖിറം നാശമാകും. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്തു പോകുന്ന തിന്മകൾ അള്ളാഹ് കൽപ്പിച്ചതിനെതിരായി ഞാൻ ചെയ്യുകയും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ, അനുസരണക്കേട് കാണിച്ചാലും ഞാൻ ആ ഒരു ദിവസത്തെ ശിക്ഷയെ ഭയപ്പെടുന്നു. അപ്പൊ എല്ലാ നിലക്കും ശിർക്കടക്കം ഉള്ള എല്ലാ മാസിയത്തുകളും ഇൻ അസൈതു എന്നതിൽ പെടും. വല്ലാഹു തആല അഅലം. ഇനി 14-ാമത്തെ ആയത്തിലുള്ള എന്തരങ്ങള്? ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. ഖുൽ, പറയ നബിയെ, അല്ലാഹുവിനെ മാത്രം അഅ്ബുദു ഞാൻ ഇബാദത്ത് ചെയ്യുന്നു, മുഖ്ലിസൻ ഇഖ്ലാസോടുകൂടി തനിച്ചായ നിലയിൽ, ലഹു അവന് ദീനി എന്റെ കീഴ്വണക്കം. അങ്ങനെ പറഞ്ഞാല് പറയുക നബിയെ, എന്റെ കീഴ്വണക്കം അള്ളാഹുവിന് തന്നെ ആക്കിക്കൊണ്ട് അവന് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞ എന്താ? എന്റെ ആരാധനകൾ അള്ളാഹ്ക്ക് മാത്രം ഖാലിസാക്കി, തനിച്ചാക്കി, നമ്മുടെ ഭാഷ പറഞ്ഞ നിഷ്കളങ്കമാക്കി, അതിലൊന്നും കലരാതെ, കൂടാതെ, ഏറ്റാതെ, കുറക്കാതെ, കൂട്ടിച്ചേർക്കാതെ, എടുത്തുമാറ്റാതെ വളരെ കൃത്യമായി ഇബാദത്തെടുക്കുന്നു. അവനോടൊപ്പം മറ്റാരെയും ഞാൻ ആരാധിക്കുന്നില്ല. അതാണ് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ അല്ലേ? അതാണ്. അതായത് ഒരു നിലക്കും എന്തില്ല, ഞാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കൂല എന്നർത്ഥം. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് കാണുന്ന പ്രധാനമായ തഫ്സീർ എന്തറിയോ? ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി എന്ന് പറഞ്ഞാൽ, ലഹു ദീനി എന്ന് പറഞ്ഞാൽ ഐ ബിത്തൗഹീദ് എന്നാണ്. പറയുക നബിയെ, എന്റെ കീഴ്വണക്കം അള്ളാഹുവിന് തന്നെ ആക്കിക്കൊണ്ട് അവന് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്നാൽ തൗഹീദുള്ളവനായി ജീവിക്കുന്നതാണ്. തൗഹീദും അള്ളാഹ്ക്ക് മാത്രം തൗഹീദുള്ളവനായി ഞാൻ മാറുന്നു എന്നാണ്. അതായത് ശിർക്കിന്റെ ഒരു കണിക പോലും, ഒരംശം പോലും എന്റെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ
ഞാൻ ശ്രദ്ധിക്കുന്നു എന്നാണ് അതിന്റെ തഫ്സീർ. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളോട് പറയുന്നതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അല്ലാഹു മുശ്രിക്കുകളോട് പറയാണ്, ഇത് വല്ലാതെ വിശദീകരിക്കല്ല, കുറച്ച് ഓടിച്ചു പോവാണ്. അല്ലാഹു പറയാണ്, ഫഅബ്ദു മാ ശിഅ്തും മിൻ ദൂനി ഫഅബ്ദു. എവിടെ ഞാൻ ഇപ്പൊ പറയണത്? എവിടെ മക്കളൊന്ന് കൈവച്ചാൽ നോക്കട്ടെ. എല്ലാ മക്കളും വെക്കി, വലിയ മക്കളും ചെറിയ മക്കളൊക്കെ വെക്കി. എവിടെ? ഫഅബ്ദു വരല്ലേ? ഓക്കെ, കണ്ട? ഇൻഷാ അല്ലാഹ്. ഫഅബ്ദു എന്ന് പറഞ്ഞാ എന്നാൽ നിങ്ങൾ ആരാധിക്കൂ, മാ യാതൊന്ന് ശിഅ്തും നിങ്ങൾ ഉദ്ദേശിച്ച, മിൻ ദൂനിഹി അല്ലാഹ്ക്ക് പുറമെ. എന്താ പറയണത്? എന്നാൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെ ഉദ്ദേശിക്കുന്നുവോ അവർക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊള്ളുവിൻ. പെട്ടെന്ന് വായിച്ചാൽ നമുക്കൊരു അള്ളൊരു അനുവാദം കൊടുത്ത മാതിരി തോന്നാം, അല്ലെ? അത് ശിർക്ക് ചെയ്യാനുള്ള അനുവാദം കൊടുത്ത പോലെയാണ് പെട്ടെന്ന് കേട്ട തോന്നുക. പക്ഷെ സത്യത്തിൽ അതല്ല, ഇത് ശാസനയും ഭീഷണിയുമാണ്. അള്ളാഹ് ശാസിക്കാൻ, ഭീഷണിപ്പെടുത്താൻ. നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ഇഷ്ടമുള്ളതിന് ആരായിച്ചോളുന്നാണ്, ഇതൊന്ന് ആലോചിച്ച് നോക്കുന്ന ഒന്ന് കാണട്ടെയാണ്. നമ്മളല്ലേ അജുവയ്ക്കോ ഒന്നൊന്ന് പോയി നോക്കുന്നു. ഈ പഴിയണ ഇറങ്ങി ഇവിടെ ഇറങ്ങിക്കോ, പോയിക്കോ പോയിക്കോ പോയിക്കോ, ഒന്നോട് പോയി നോക്കുന്നറിയാം നമ്മളെ. പിന്നെ അല്ലെ അപ്പഴാ മനസ്സിലാവാ ഇതെന്തിനാ പറയണെന്ന്. ആ ശൈലിയാണ്. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെ ഉദ്ദേശിക്കുന്നുവോ അവർക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇബാദത്ത് എടുത്തോളി എന്നല്ല. അങ്ങനെ നിങ്ങൾ ഇബാദത്ത് എടുത്തു കാണിച്ചറിയാന്നാണ്. താക്കീതാണ്, ശാസനയാണ്, ഭീഷണിയാണ്. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹ് പറഞ്ഞില്ലേ, ഈ അമലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾ പ്രവർത്തിച്ചോളി എന്ന് പറഞ്ഞില്ലേ, അതേ ശൈലിയാണ്. ഇമാം ബഗവി വിശദീകരണം നൽകിയത് അങ്ങനെയാണ്. ഇതൊരു ഭീഷണിയാണ്, അല്ലാതെ എന്തിനേയും ആരാധിക്കാൻ അള്ളാഹു അവരോട് കൽപ്പിക്കുകയല്ല. പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ഒരു അവസരം കൊടുത്ത മാതിരി. ഇതേ ശൈലി നമ്മൾ ചിലപ്പോൾ നമ്മളും പറയലുണ്ട്, അള്ളാഹു തആല നമുക്ക് ഇഖ്തിയാർ തന്നിട്ടുണ്ട്, നന്മയും തിന്മയൊക്കെ തിരഞ്ഞെടുക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരിങ്ങനെ ലാഘവത്തോട് സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, ഇഖ്തിയാർ തന്നിട്ടുണ്ട്. ഈ ആശയത്തിൽ തന്നെ അവിടെയും വരുന്നത്. നമുക്ക് തോന്നിയ മാതിരി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നുകൊണ്ടൊന്നല്ല. രണ്ടിന്റെയും അനന്തരഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ രണ്ടിന്റെയും അനന്തരഫലം എന്താണോ അത് കൃത്യമായി ജീവിതത്തിലേക്ക് വരും എന്ന് പഠിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. അല്ലാതെ ഇഖ്തിയാറുണ്ട്, മനുഷ്യന് ഇഖ്തിയാർ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്തും ചെയ്യാം. ചില ആളുകൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്നു അങ്ങനെയാണ്. എന്ത്, നമുക്ക് നന്മയും ചെയ്യാം തിന്മയും ചെയ്യാം, അയ്യോ അവനവന്റെ ചോയ്സാണ്, അല്ലെ? അങ്ങനെയല്ല. അങ്ങനെ ഉള്ള തിന്മ ചെയ്യാനൊരു അവസരം തന്നിട്ടില്ല. അതൊരു പരീക്ഷണമാണ്, ബലിയത്താണ്. അത് അള്ളാന്റെ ഖദറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ വരുന്നൊരു വിഷയം കൂടിയാണ്. അവിടേക്കാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു താക്കീതാണ്, ഭീഷണിയാണ് എന്നാണ്. എന്നിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇന്നൽ ഖാസിരീന, നിശ്ചയമായും ആ നഷ്ടക്കാർ, അല്ലദീന ഖസിറു, നഷ്ടപ്പെടുത്തിയവർ, അൻഫുസഹും, അവരെ തന്നെ, വ അഹ്ലീഹിം, അവരുടെ ആൾക്കാരെ, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. പറയുക നബി, നിശ്ചയമായും യഥാർത്ഥ നഷ്ടക്കാരാരെന്നറിയോ? തങ്ങൾക്കും തങ്ങളുടെ ആളുകൾക്കും ഖിയാമത്ത് നാളിൽ നഷ്ടം വരുത്തി വെച്ചവർ തന്നെയാണ്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അറിയുക, അല്ലെ? ഇവിടെ വ അഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അറിഞ്ഞുകൊള്ളുക, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം എന്നാണ്. ഇങ്ങനെ പറഞ്ഞ എന്താ അറിയോ? ഇവിടെ സ്വന്തത്തിനും സ്വന്തം ആളുകൾക്കും ഖിയാമത്ത് നാളിൽ നഷ്ടം വരുത്തി വെക്കുന്നവർ തന്നെയാണ് നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ വഹുമുൽ കുഫാർ. അതാരെ കുറിച്ചാണ്? കുഫാറുകളെ കുറിച്ചാണ്, കാഫിറുകളെ കുറിച്ചാണ്. കാരണം എന്താ? അവരുടെ ഇബാദത്തുകൾ അവരെ രക്ഷിക്കുന്നില്ല നാശത്തിലേക്കല്ലാതെ. അവരുടെ ഒരു ആരാധനയും അല്ലാഹു സ്വീകരിക്കൂല. കാരണം എന്താ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹ് ശിർക്കല്ലാത്തൊക്കെ പുറത്തു കൊടുക്കുന്നതാണ്. ഇവർ ജന ശിർക്കാണ്. ഈ ശിർക്ക് വരെ നയിക്കുന്നത്, കുഫർ വരെ നയിക്കുന്നത് നരകത്തിലേക്കാണ്. വഹുമുൽ കുഫാർ. അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്നാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ വാക്ക് എന്താന്ന് വെച്ചാൽ, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം എന്ന് പറഞ്ഞാൽ
പറയുക, നിശ്ചയമായി യഥാർത്ഥ നഷ്ടക്കാർ തങ്ങൾക്കും തങ്ങളുടെ ആൾക്കാർക്കും നഷ്ടം വരുത്തി വെച്ചവരെന്ന് പറഞ്ഞാൽ അസ്വാജഹും വഖദമഹും, അവരുടെ ആൾക്കാർ, കുടുംബക്കാർക്കും പരിചാരകർക്കും ഒക്കെ. എവിടെയാണ്? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറഞ്ഞു, വദാലിക അന്നല്ലാഹ ജഅല ലികുല്ലി ഇൻസാനിൻ മൻസിലൻ ഫിൽ ജന്നതി വഅഹ്ലൻ ഫമൻ അമില ബിത്വാഅത്തില്ലാഹി കാന ദാലികൽ മൻസിലു വൽ അഹ്ലു ലഹു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തിക്കും സ്വർഗത്തിൽ ഒരു വീടും കുടുംബവും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു ഓരോ വ്യക്തിക്കും, വിശ്വാസികൾക്കൊക്കെ സ്വർഗത്തിൽ വീടും കുടുംബവും ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്നവന്റെ വീടും കുടുംബവും അവൻ്റെതായിരിക്കും. അള്ളാഹുവിനെ അനുസരിക്കാത്തവനോ വമൻ അമില ബിമഅസിയത്തില്ലാഹി ദഖലന്നാർ, അവനോട് പോവാ, നരകത്തിലാ പോവാ. അതാണ് അവന്റെ വീട്. വകാന ദാലികൽ മൻസിലു വൽ അഹ്ലു ലിഗൈരിഹി മിമ്മൻ അമില ബിത്വാഅത്തില്ലാഹ് വഖീല ഖുസ്റാനു നഫ്സി ബിദുഖൂലിൻ നാർ വഖുസ്റാനുൽ അഹ്ലി ബിഅൻ യുഫറഖ ബൈനഹു വബൈന അഹ്ലി. അതാണ് വല്ലാത്തൊരു വാക്ക്. അള്ളാഹിനെ അനുസരിക്കുന്നവൻ്റെത് വീടും കുടുംബമൊക്കെ അവൻ്റെതായിരിക്കും. എന്നാൽ അനുസരിക്കാത്തവനോ അവന് നഷ്ടം, നരകത്തിൽ പ്രവേശിക്കുന്നതിലൂടെ അവന് വലിയ നഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ കുടുംബത്തിന് നഷ്ടം കുടുംബത്തിൽ നിന്ന് വേർപിരിയുന്നതിലൂടെയാണ്. അതായത് ഓന് നരകത്തൊക്കെ പോയതോട് ഓനെന്തായി? നഷ്ടായി. മാത്രമല്ല ആ കുടുംബവും അവനും വേർതിരിയുന്ന ഒരവസ്ഥാവിശേഷം വരുന്നതോടുകൂടി അവനും വലിയ നഷ്ടമായി. ഇത് മനസ്സിലാക്കാൻ ചില ആയത്തുകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. എത്രത്തോളം വെച്ചാൽ നമുക്കറിയാലോ, ഇപ്പോ സുഹൃത്ത് എന്താണ്, ബനി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുഅവി വമൻ ഫിൽ അർളി ജമീഅൻ തുമ്മ യുൻജി എന്നൊക്കെ പറഞ്ഞ ആ കുറ്റവാളി മുജ്രിമീങ്ങൾ ആശിച്ചു പോകേണ്ട സന്ദർഭമുണ്ട്. അതായത് ഓന്റെ ഉമ്മാനെയും ബാപ്പാനെയും എല്ലാരെയും നീ എടുത്തോ, എന്നാലും ഇന്ന നരകത്തെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് തോന്നുന്ന സന്ദർഭമുണ്ട്. അങ്ങനെ അവൻ ആഗ്രഹിക്കുന്നതാണ് അല്ലെ. ആ ആയത്തുകൾ ശരിക്കും വായിച്ചാൽ ഈ സംഗതി ശരിക്കും മനസ്സിലാവും, എന്താണ് ഈ നഷ്ടം എന്നുള്ളത്. ഓന് ശരിക്കും തഫ്സീറിൽ കാണാം, അവര് നരകത്തിലുണ്ടാവുക, അവര് നരകത്തിലാണ്. വിശ്വാസികളുടെ സ്വർഗത്തിലുണ്ടാവും. നേരത്തെ പറഞ്ഞ സ്വർഗക്കാരെ കുറിച്ചാണല്ലോ അല്ലെ, ഈമാൻ അമൽ സാലിഹ്. ഒരു സ്വർഗത്തിലാണ്. സ്വർഗത്തിലെന്താ? സന്തോഷം, സമാധാനമാണ്. മുഖത്ത് സന്തോഷം ഉണ്ടാവും, കൽബിലോ സമാധാനം ഉണ്ടാവും അല്ലെ. മുഖത്തത് പ്രകടാവും, കൽബിലത് ഉണ്ടാവും, നിലനിൽക്കും, ഒരിക്കലും നഷ്ടപ്പെടൂല. എന്നാൽ നരകത്തിലോ അവർക്ക് അവിടെ ഒത്തുചേരലില്ല, സന്തോഷമില്ല. നരകത്തിൽ കുടുംബക്കാരെ തമ്മിൽ ഒത്തുചേരൂല. സ്വർഗത്തിലോ കുടുംബക്കാരായിട്ട് ജീവിക്കാം, സന്തോഷം ഉണ്ടാവും. നരകത്തില് സന്തോഷമില്ല എന്ന് മാത്രല്ല, ബാപ്പിയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളായിട്ട് ഒരുമിച്ചിരിക്കൂല. കാരണം പരസ്പരം ശാപവാക്കുകൾ ചൊരിയും, പരസ്പരം വെറുപ്പുണ്ടാവും. മക്കള് പറയും, മക്കളെ കുറിച്ച് വാപ്പിയും പരാതി പറയും. അതാണ് ശരിക്കും നേരത്തെ നമ്മൾ വായിക്കണ ആയത്തിലൊക്കെ ഉള്ളത്. ഇവനെന്ന് എടുത്തോ റബ്ബേ, ഇന്നൊന്ന് നരകത്തിൽ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് മനുഷ്യർ ആഗ്രഹിച്ചു. അത് നരകത്തിലാണ്. അതാണ് ഇവിടെ ഖുസ്റാൻ അലാ ദാലിക വൽ ഖുസ്റാനുൽ മുബീൻ. അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം എന്ന് പറഞ്ഞാൽ സമാധാനമില്ല, സന്തോഷമില്ല, ഒത്തുചേരലുമില്ല. പിന്നെ എന്ത് കുടുംബം അത്? എന്ത് കുടുംബം? ദുനിയാവിൽ തന്നെ നമ്മുടെ ഒരു കുടുംബം എന്ന് പറയോ, ബാപ്പിയും മക്കളൊന്നും ഒരുമിച്ചിട്ടില്ലെങ്കിലും, ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിട്ടില്ലെങ്കിലും അല്ലെ, എളാപ്പിയും മൂത്താപ്പിയും ആങ്ങളെയും പെങ്ങളും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ കൂടണം. എന്തൊരു സന്തോഷ! സ്വർഗത്തിൽ അത്തരം സന്തോഷങ്ങളാണ്. സ്വർഗത്തിൽ അങ്ങാടികളുണ്ട്, സ്വർഗത്തിൽ സൽക്കാരങ്ങളുണ്ട്, സ്വർഗത്തിൽ ഒരുമിച്ച് ചേരലുകളുണ്ട്, പരസ്പരം സോഫകളിൽ അന്യോന്യം ഇരിക്കുന്നവരുണ്ട്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. കണ്ടോ, ജന്നാത്തു അദ്നിൻ, സ്ഥിരവാസത്തിന്റെ തോട്ടങ്ങൾ. യദ്ഖുലൂനഹാ, അത് അവർ പ്രവേശിക്കും. ആര്? അവരും സ്വാലിഹീങ്ങളായിട്ടുള്ള അവരെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ സദ്വൃത്തരായിട്ടുള്ളവരും അവരെ കൂടെ ഇവിടെ ഉണ്ടാവും, സ്വർഗത്തിലുണ്ടാവും. അപ്പൊ സ്വർഗത്തിൽ താമസിക്കുന്നത് ഒരുമിച്ചാണ്, ഐക്യപ്പെട്ടാണ്, കൂട്ടുകുടുംബത്തോടു കൂടിയാണ്. അതല്ല വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ,
അവർ സന്തോഷത്തോടുകൂടി അവരെ കുടുംബത്തിലേക്ക് വന്നാൽ സ്വർഗത്തിലുള്ളവരൊക്കെ കുടുംബക്കാരാണ്. ഏറ്റവും രസം തരങ്ങള് രക്തബന്ധുക്കൾ മാത്രമല്ല, കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല, വിശ്വാസികൾ മുഴുവനും ഒരു കുടുംബം പോലെ കഴിഞ്ഞു കൂടുന്നതാണ് എന്ത് സ്വർഗം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളൊക്കെ അവിടെ എന്തായിരിക്കും ഇൻഷാ അല്ലാഹ് ചെന്നാല് കുടുംബങ്ങളെ പോലെ ആയിരിക്കും. അതായത് ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതിനേക്കാളും സ്നേഹവും പരിഗണനയും ആശ്വാസവും നിർവൃതിയും ആനന്ദവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകാണെന്ത് സ്വർഗം എന്ന് പറഞ്ഞത്. അല്ലാഹു തആല ആ സ്വർഗത്തെ നാം ഓരോരുത്തർക്കും പ്രതിഫലമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള വിശദീകരിച്ച കുറേ പോകും, നമുക്കിവിടെ നിർത്താൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങാടി അത് പറഞ്ഞ അവസാനിപ്പിക്കല്ലേ, സ്വർഗത്തിൽ അങ്ങാടി അറക്കല്ലാഫിക്ക്. കാരണം അത് ആഗ്രഹിക്കുന്നവർക്ക് അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അള്ളാഹു വർക്കത്തിലകട്ടെ. സ്വർഗത്തിൽ അങ്ങാടി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഹൃദ്യത നിറഞ്ഞൊരു ലോകമാണ്. കാരണം എന്താ വെച്ചാല് എല്ലാ വെള്ളിയാഴ്ചകളിലും അവരങ്ങാടിയിലേക്ക് പുറപ്പെടും. എല്ലാ വെള്ളിയാഴ്ചയിലും അങ്ങാടിയിലേക്ക് പുറപ്പെടും. ആ അങ്ങാടിക്ക് പോകും, തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട്ടിലുള്ളവർ പുറത്തു പോയി വരുന്നവരോട് പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിലേറെ സൗന്ദര്യത്തിൽ അങ്ങോട്ട് വരണമെന്ന്. അപ്പോ ഇവര് തിരിച്ചു പറയും, നിങ്ങളും ഞങ്ങൾ പോയതിലേറെ സൗന്ദര്യം ഉണ്ടെന്നാണ്. അതായത് വീട്ടുകാരോട് പുറത്തുപോയ ആൾക്കാർ പറയാണ്, അത് വീട്ടിലത്തെ അഹലുകാരോട് പുറത്തുപോയ ആൾക്കാർ അവരങ്ങാടിക്ക് എത്തുമ്പോൾ, സ്വർഗത്തിലെ അങ്ങാടി വെള്ളിയാഴ്ചയിൽ മാത്രമാണ്, വെള്ളിയാഴ്ചയാണ് അങ്ങാടി. ആ അങ്ങാടിക്ക് ചെന്നാൽ ഒരു കാറ്റ് വീശുന്നതാണ്. ആ കാറ്റ് അവിടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ പോയ ആൾക്കാരോട് പെരക്കാർ പറയണ, ഓ നിങ്ങൾ നല്ല ഭംഗിയാണല്ലോ. അപ്പൊ ഇവര് തിരിച്ചു പറയാണ്, നിങ്ങളും ഞങ്ങളെ പോകുമ്പോൾ ഉള്ളതിനേക്കാളും ഭംഗിയുണ്ട്. അപ്പൊ സ്വർഗത്തിൽ ഓരോ ദിവസവും സമാധാനവും സ്വസ്ഥതയും ഭംഗിയൊക്കെ കൂടിക്കൂടി വരാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തൻ നഈം. അവരെ മുഖത്ത് സുഖം ഇങ്ങനെ അനുഭവിക്കുന്ന തിളക്കമൊക്കെ അറിയാതാണ്. ഇപ്പൊ നമ്മളൊക്കെ തിരിച്ച് പുരയ്ക്ക് ചെല്ലുമ്പോ ഒക്കെ എന്താ പറയാ, എന്താ ആകെ കരുവാഴ്ചകള്, ഒന്ന് നേരെ സോപ്പോ വല്ല ഫേസ് വാഷൊക്കെ ഇട്ട് കയറുന്നറിയും അല്ലെ. മാറിയിട്ടാണെങ്കിൽ ഡ്രസ്സൊക്കെ പുറത്തിടാൻ പറ്റും, കാരണം മണത്തിട്ട് വയ്യ. ആളത്രയൊക്കെ പൂച്ചിപ്പോ ഇന്നിപ്പോ ഞങ്ങൾക്കത് അതിലിങ്ങനെ കൊണ്ടിടക്കണം, അത്ര എന്നാലും മണം ഉണ്ടാവും. സ്വർഗത്തിൽ നിന്നാലോ അങ്ങനത്തെ ഒന്നുമില്ല. ഏമ്പക്കല്ല, കാഷ്ടിക്കലില്ല, മൂത്രിക്കലില്ല, നെജസ്സൊന്നുമില്ല. പിന്നെ ആകെയുള്ളത് എന്താ, ഏമ്പക്കവും വേർപ്പും. ഈ ഏമ്പക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അലർജി എന്നറിയും അല്ലെ. പക്ഷെ അവിടുത്തെ ഏമ്പക്കത്തിന് കസ്തൂരിയുടെ ഗന്ധം, ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വിയർപ്പിനും കസ്തൂരിയുടെ ഗന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വസഫ് അത് വല്ലാത്ത ഒരു അത്ഭുതമായി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തെ കുറിച്ച് പറയാൻ നിന്നാല് എങ്ങനെയാ പറയാ റബ്ബേ, ഖുർആനിലും സുന്നത്തിലും വന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ നേരം വെളുക്കും, അത്രയും വിശാലാണ്. അല്ലാഹു അതിന്റെ വിശാലത നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓരോ അനുഭവങ്ങളും അനുഭൂതികൾ നിറഞ്ഞ സ്വർഗം അത് ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب قل إني أمرت أن أعبد الله مخلصا له الدين وأمرت لأن أكون أول المسلمين إني أخاف إن عصيت ربي عذاب يوم عظيم
قل الله أعبد مخلصا له ديني قل الله أعبد مخلصا له ديني فاعبدوا ما شئتم من دونه فاعبدوا ما شئتم من دونه قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين. بارك الله فيكم جميعا. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.